മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നാലുപാടും നിന്ന് ശോഭാ സുരേന്ദ്രനെ വളരെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു സകല പ്രമുഖ മാധ്യമങ്ങളും, സകല സുഡാപ്പികളും, സകല കോൺഗ്രസ് നേതൃത്വവും ഒരുമിച്ചൊറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇപ്പോ ശോഭാ സുരേന്ദ്രനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. സകല BJP വിരുദ്ധരും അണിനിരന്ന് നിൽക്കുക. ഓരോ സമയത്തും ശോഭക്കെതിരെ ഓരോ കുത്തിത്തീർപ്പുമായിട്ട് ഓരോ ആളുകളെ ഓരോ മൂലയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിന് സകല മാധ്യമങ്ങളും സകല സംവിധാനവുമായിട്ട് ഒരുങ്ങി നിൽക്കുക. നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ. ഒരാളെ എങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചാലും നീതി ആരുടെ ഭാഗത്താണോ അവർക്ക് മാത്രമാണല്ലോ അന്തിമ വിജയമെന്ന് വിശ്വാസികളായിട്ടുള്ള നമ്മളൊക്കെ തന്നെ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെയാ ഈ ബിന്ദു വിനയകുമാറൊക്കെ ഓരോ ഘട്ടത്തിലും ശോഭാ സുരേന്ദ്രനെതിരെ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴും സകല BJP വിരുദ്ധരുടെയും മണ്ടക്ക് തന്നെയാണ് അടി കൊണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബിന്ദു വിനയകുമാർ വിളിച്ചു പറഞ്ഞത് ഓരോ ആളുകളും ശ്രദ്ധയോടുകൂടി ഒന്ന് കേട്ടു നോക്കൂ. ചന്ദ്രശേഖരന് പലവട്ടം ഈ കഴിഞ്ഞ മാസങ്ങളിൽ 3 പരാതി അയച്ചിട്ടുണ്ട്. S സുരേഷിന് 3 പരാതി അയച്ചിട്ടുണ്ട്. സോമന് 3 പരാതി അയച്ചിട്ടുണ്ട്. ഇന്ന് ഈ പരാതിയിന്മേലൊന്നും യാതൊരുവിധ നടപടികളും ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. തികച്ചും അസഭ്യവും അനാവശ്യവും പറഞ്ഞ ശോഭാ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം ഭയക്കുന്നെങ്കിൽ ശോഭയുടെ തീവ്രവാദ ബന്ധം വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. ശോഭയോടൊപ്പം സമരപ്പന്തലിൽ ഫോട്ടോ എടുത്ത് നിന്ന ഫോട്ടോഗ്രാഫർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. നിങ്ങൾ കേട്ടില്ലേ, രാജീവ് ചന്ദ്രശേഖർ ഈ ബിന്ദു വിനയകുമാറിന് മോശമാണ്, സുരേഷ് ഈ പറയുന്ന ബിന്ദു വിനയകുമാറിന് മോശമാണ്. അതേപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഓരോ ആളുകളും സോമൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന സ്ത്രീക്ക് BJPയെ തന്നെ കണ്ടുകൂടാഞ്ഞിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. പിന്നെ ഇവരെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷം സുഡാപ്പി കൂട്ടുകെട്ടുണ്ടല്ലോ, എന്തിനാ ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്, വലിയ രീതിയിൽ വേട്ടയാടുന്നത് എന്തുകൊണ്ടാ? ഇവര് വിജയിച്ച് MLA ആയി കഴിഞ്ഞാൽ ആരാണോ പ്രതിപക്ഷം, UDF LDF ഇവിടെ പ്രതിപക്ഷമായാലോ ഈ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് മാറിയ BJP MLA മാരാണ് എന്നുള്ളതൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യമല്ലേ. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പേ ആയിട്ട് ഇവരും ഉന്നയിച്ചിട്ടുള്ള ഓരോ വിഷയമെന്ന് എടുത്ത് നമുക്ക് പരിശോധിക്കണ്ടേ. ഒന്ന് പറയുന്നത് സകല BJP നേതാക്കന്മാർക്കും പരാതി കൊടുത്തു, ആരും ഒരു നടപടിയും എടുക്കുന്നില്ലോ എന്ന നമ്മളൊക്കെ കേട്ടെടുത്തോളം, നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടെടുത്തോളം ആര് പരാതി കൊടുത്താലും അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അന്വേഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്യുന്നവരാരോ അവരെ പിടിച്ച് BJP വളരെ വ്യക്തമായിട്ട് പുറത്താക്കാറുണ്ട്. ബിന്ദു വിനയകുമാർ തെറ്റ് ചെയ്തു, പുറത്താക്കിയിരിക്കുന്നു. ഇനി പറയുന്നത് എന്താ? ഫോട്ടോഗ്രാഫറുടെ ദുരൂഹ മരണമെന്ന്. നാണല്ലേ ഇവർക്കൊക്കെ ഇമ്മാതിരിയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാറ്? ഇത് BJP രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ സുരേഷ് ഒന്നല്ലല്ലോ ഇത് അന്വേഷിക്കാരാ? ഈ പറയുന്ന സംഭവം നടന്നത് എവിടെയാ? കേരളത്തില്. അപ്പൊ ഇവിടെയുള്ള ഈ ഇടതുപക്ഷം പിണറായി സർക്കാർ ഇത്തരം ഒരു വിഷയം ഉണ്ടായിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇനി ഒക്കെ പോട്ടെ, ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള UDF അതും പൊക്കിപ്പിടിച്ച് നടക്കില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? BJPയിലെ ഒരു മുതിർന്ന നേതാവ് എന്നില്ല, ഒരു വാർഡ് മെമ്പർ അയച്ചാൽ മതി, അല്ലെങ്കിൽ വാർഡിലേക്ക് മത്സരിച്ചാൽ മതി ഒരു BJP നേതാവ്. ആ സമയം മുതൽ നമ്മുടെ കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും വേട്ടയാടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ. അപ്പൊ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ദുരൂഹ മരണം അത് അന്വേഷിക്കണമെന്ന് യാതൊരു ഉളുപ്പില്ല. ഇജാതി ഓരോ വിവരക്കേട് വിളിച്ചു പറയുന്നവര്. അല്ല, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സകല മാധ്യമങ്ങളും എടുത്ത് വാർത്തയാക്കുന്നത്? ഇതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ വാർത്ത പോലും ആക്കാത്തത്. നമ്മളിത് പരമാവധി അവഗണിക്കാൻ നോക്കി. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും സകല BJP വിരുദ്ധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വലിയ രീതിയിൽ ഇതും പൊക്കിപ്പിടിച്ച് നടക്കുക. ഈ മൊണ്ണകളായിട്ടുള്ള ആളുകളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കോ. ഈ കേരളത്തിലെ ഭരണപക്ഷം എന്ന് പറയുന്നത് LDF, പ്രതിപക്ഷം എന്ന് പറയുന്നത് UDF. ഈ രണ്ട് കൂട്ടർക്കും ഇതുവരെ ഇതൊന്നും കണ്ടുപിടിക്കാനായില്ലേ? ഇതുവരെ ഇതിനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിക്കാനായില്ലേ? അപ്പോ അത്തരത്തിലൊരു വിഷയം പോലും നടന്നിട്ടില്ല. അപ്പൊ ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തില്
വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ BJP-യോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് JP-യോടാണ് ഇവർക്കൊക്കെ വലിയ എതിർപ്പ് രാജീവ് ചന്ദ്രശേഖർ തോന്നുന്നു പറയുന്നുണ്ട്. സുരേഷിനെ തോന്നിയ പറയുന്നുണ്ട്. BJP നേതാക്കന്മാർ ആലപ്പുഴ വിഷയത്തിൽ വലിയ രീതിയിൽ അവിടുത്തെ നേതാക്കന്മാരെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ BJP-യോടുള്ള ശോഭാ സുരേന്ദ്രനോടുള്ളൊരു വ്യക്തി വൈരാഗ്യം തീർക്കാണ് എന്നുള്ളൊരു സാമാന്യ ബോധം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ലേ? ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇവർക്കൊക്കെ അറിയാം. നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും അതേപോലെ തന്നെ സുഡാപ്പി, ഇടതുപക്ഷം, UDF, ഈ കൂട്ടുകെട്ടുണ്ടല്ലോ, ഇവരൊക്കെ ഭയന്ന് നിൽക്കുക. ഇപ്പോ ഈ ശോഭാ സുരേന്ദ്രന് BJP-യുടെ സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുമ്പോ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരാള് നിയമസഭയിലേക്ക് എത്തിയാൽ വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങളിലേക്ക് BJP-ക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കൂലേ? ഒരു ഭാഗത്ത് K. സുരേന്ദ്രൻ, ഒരു ഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ, ഒരു ഭാഗത്ത് ശോഭാ സുരേന്ദ്രനൊക്കെ അങ്ങ് നിയമസഭയിലേക്ക് എത്തിയാൽ യഥാർത്ഥ പ്രതിപക്ഷം എണ്ണം കൊണ്ടല്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് BJP കേരളത്തിലായിട്ട്, അതായത് BJP പ്രതിപക്ഷമായിട്ട് മാറുമെന്നുള്ളതൊരു യാഥാർത്ഥ്യ. അതില്ലാതിരിക്കാൻ വലിയ രീതിയിൽ ശോഭാ സുരേന്ദ്രനെ വെട്ടണം, വലിയ രീതിയിൽ. അത് ഈ പറയുന്ന ബിന്ദു വിനയകുമാറാണ്. അങ്ങനെ കുറെ ആൾ നാടകമായിട്ട് ഇവരൊക്കെ ഒരു കൂട്ടുമുന്നണിയായിട്ട് ശോഭയ്ക്കെതിരെ ഇപ്പൊ രംഗത്തിറങ്ങി. ഇപ്പോ ഏറ്റവും ഒടുവില് തീവ്രവാദി ബന്ധം എന്നൊക്കെ പറയുന്നതിൽ ഒരു ഉളുപ്പില്ലേ? ലോകമൊത്തം ബംഗ്ലാദേശിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കൂട്ടക്കൊല ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഇന്നും കൂടി ഇവർക്കെതിരെ ശോഭാ സുരേന്ദ്രനെതിരെ നോട്ടീസ് വെച്ചിരിക്കും. തീവ്രവാദികൾക്കെതിരെ ഈ നോട്ടീസൊന്നും അയക്കൂല. ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ബംഗ്ലാദേശിൽ തീവ്രവാദികളാ. അതേ ജമാഅത്തെ ഇസ്ലാമിയ കേരളത്തിലുള്ളത്. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്തത്. അപ്പോഴാണ് ഇവിടെ ഒരാൾ വന്നിട്ട് ശോഭൊക്കെ തീവ്രവാദ. നാടല്ലേ, ഒരു നട്ടാൽ മുളയ്ക്കാത്ത കള്ളങ്ങൾ. എന്തിന്റെ അടിസ്ഥാനം? ഇവിടെയുള്ള സകല മാധ്യമങ്ങളുണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വാർത്തയാക്കുക. ആർക്കെതിരെയാണോ? അത് BJP-യിലെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെയാണോ? BJP നേതാക്കന്മാർക്കെതിരെയാണെങ്കിൽ ഇവിടെ വലിയ ഹൈപ്പ് കൊടുക്കും, വലിയ വാർത്ത കൊടുക്കും. ഒരു പ്രശ്നമില്ല, വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാക്കും, വലിയ രീതിയിൽ. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. ശോഭാ സുരേന്ദ്രന് എന്ന് പറയുന്നത് അവരുടെ ഒരു കുട്ടിക്കാലം മുതൽ ഈ നാടിന് വേണ്ടിയിട്ട്, കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു നേതാവാ. ഈ നേതാവിനെതിരെയൊക്കെ തോന്നിയത് പറയുമ്പോൾ ഇവിടെ മാധ്യമങ്ങൾക്കൊരു ഉത്തരവാദിത്തം, ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ എന്നെങ്കിലും. ഇതെന്താ വാർത്ത കൊടുക്കുക? ബിന്ദു ആരാ? ശോഭയോട് വ്യക്തിവൈരാഗ്യമുള്ള, BJP-യോട് വ്യക്തിവൈരാഗ്യമുള്ള ഒരു വ്യക്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു നാടകം ഉണ്ടാക്കി ശോഭക്കെതിരെ. അവരെ തട്ടിക്കൊണ്ട് കുറെ വീഡിയോ എങ്കിലും അവർ തെളിവായിട്ട് മണ്ടൻ കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതെങ്കിലും അവർ ഉയർത്തിപ്പിടിക്കുന്നത് തട്ടിപ്പാന്ന് ജനം തിരിച്ചറിയുകയും ചെയ്തു. ഈ ബിന്ദു വിനയകുമാരൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ട്, എന്തെങ്കിലും ഒരു തെളിവ്, എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക. അപ്പൊ സകലരും മനസ്സിലാക്കുക, ഈ ശോഭാ സുരേന്ദ്രനൊക്കെ നിയമസഭയിൽ എത്തുന്നത് വലിയ ഭയത്തോടു കൂടി തന്നെ കേരളത്തിലെ ഇടത് വലത് സുഡാപ്പി കൂട്ടുകെട്ട് നോക്കിക്കാണുന്നത്. ഇവര് നിയമസഭയിൽ എത്തിയാലേ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യും. ഇവരെവിടെ വന്ന് എന്ത് പ്രസ്താവന ഇറക്കിയാലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കേണ്ടി വരും. അതൊക്കെ ഭയന്ന് BJP കേരളത്തിൽ വളരാൻ പോകുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാ ഇത്തരം ആളുകള് ഒരു അടിസ്ഥാനവും ഇല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് സകല മാധ്യമങ്ങളും സകല BJP വിരുദ്ധരും ഒരുപോലെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്, നമ്മുടെ കേരളത്തിലെ രാജ്യം വളരണം, പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രനെയൊക്കെ വളഞ്ഞിട്ട് ആരാക്രമിച്ചാലും അവർക്ക് വേണ്ടി പ്രതിരോധിച്ച് കേരളത്തിലെ രാജ്യം വളരണമെന്ന്, രാജ്യ പുരോഗതി ഉണ്ടാവണമെന്ന്, നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന സകല നിഷ്പക്ഷ സമൂഹവും ശോഭാ സുരേന്ദ്രനൊക്കൊപ്പം തന്നെ. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ പോലും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു എന്നുള്ളത് പോലും അങ്ങേയറ്റത്തെ ഊളത്തരുവ. ഇതൊക്കെ മലയാളികൾ കാണുന്നുണ്ട്. നിഷ്പക്ഷ സമൂഹം ഒന്നടങ്കം അത് ശോഭാ സുരേന്ദ്രനൊപ്പം. നിങ്ങൾ എത്ര വേട്ടയാടിയാലും കേരളത്തിന്റെ നിഷ്പക്ഷ സമൂഹം അത് ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.